ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ് നിയർ സീതി ഹാജി സ്റ്റേഡിയം എടവണ്ണ. ജിം ഫിറ്റ്നസ് സെന്ററുകൾ സെറ്റ് ചെയ്തു കൊടുക്കുന്നു. IOHSS എടവണ്ണയിൽ സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഉത്സാഹപൂർണമായ അന്തരീക്ഷത്തിൽ നടന്നു. വിദ്യാർത്ഥികളിലെ ജനാധിപത്യ ബോധവും നേതൃത്വ കഴിവുകളും വളർത്തുന്നതിനായി വർഷേന സംഘടിപ്പിക്കപ്പെടുന്ന ഈ തെരഞ്ഞെടുപ്പ് ഈ വർഷവും ആവേശത്തോടെ നടത്തി. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ SS ക്ലബിന്റെ നേതൃത്വത്തിലാണ് നടത്തപ്പെട്ടത്. സ്കൂൾ ലീഡർ, ഡെപ്യൂട്ടി ലീഡർ, ജനറൽ ക്യാപ്റ്റൻ, ഫൈനാൻസ് സെക്രട്ടറി, UP ലീഡർ, UP എഡിറ്റർ എന്നീ സുപ്രധാന സ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 21 സ്ഥാനാർത്ഥികൾ വിവിധ സ്ഥാപനങ്ങൾക്കായി മത്സര രംഗത്തിറങ്ങി. ഓരോ സ്ഥാനത്തിനും വ്യക്തമായ പ്രചാരണവും പോസ്റ്റർ പ്രസിദ്ധീകരണവും പൊതുസംവാദങ്ങളും നടത്തി. വിദ്യാർത്ഥികൾക്കിടയിൽ രാഷ്ട്രീയ കൗതുകം വളർത്തുന്നതിന് വാക്ക് വോട്ടിംഗ് പ്രകാരമുള്ള പ്രചാരണവും വാഗ്വേദവും ശ്രദ്ധേയമായി. പോളിംഗ് ദിവസം എല്ലാ ക്ലാസുകളിലെയും വിദ്യാർത്ഥികളും ആകാംക്ഷയോടെ തങ്ങളുടെ മതിയായ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് രേഖപ്പെടുത്തി. പ്രക്രിയ മുഴുവനും ക്രമബദ്ധമായും സുതാര്യമായും നടന്നു. ഇസ്ലാഹിയ ഓറിയന്റൽ ഹൈസ്കൂളിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം മഹത്തായ ഒട്ടനവധി ഓർമ്മകൾ നൽകുന്ന ഒരു ദിനമാണിത്. സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രക്രിയ തങ്ങളെ ആര് ഭരിക്കണം എന്നത് തീരുമാനിക്കാനുള്ള പൊതുജനത്തിനുള്ള ഒരു അവസരമാണ്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിൻ്റെ ബാലപാഠങ്ങൾ ക്ലാസ് റൂമിൽ വെച്ച് തന്നെ അവർ പഠിക്കൽ അനിവാര്യമാണ്. ആ ഉദ്ദേശത്തോടു കൂടിയാണ് സ്കൂൾ പാർലമെന്റ് ഇലക്ഷൻ വളരെ മാതൃകാപരമായി നമ്മുടെ സ്കൂളിൽ സംവിധാനിച്ചിട്ടുള്ളത്. 2000-ഓളം വരുന്ന കുട്ടികൾ പഠിക്കുന്ന ഈ സ്കൂളിലെ മുഴുവൻ കുട്ടികൾക്കും തെരഞ്ഞെടുപ്പ് പ്രക്രിയ നേരിട്ട് പരിചയപ്പെടാൻ സാധ്യമാകുന്ന വിധത്തിലാണ് ഇവിടെ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. 2 ബൂത്തുകളിലായി മുഴുവൻ വിദ്യാർത്ഥികൾക്കും വോട്ടിംഗ് രേഖപ്പെടുത്താൻ സാധ്യമാകുന്ന നിലക്കുള്ള സംവിധാനമാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. രാവിലെ മുതൽ ആരംഭിച്ച കുട്ടികളുടെ വോട്ടിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും നിമിഷങ്ങൾക്കകം അത് പൂർത്തീകരിക്കപ്പെടുകയും വൈകുന്നേരത്തോടുകൂടി കൃത്യമായി 6 വ്യത്യസ്ത വിഭാഗങ്ങളിലേക്കായി 20-ലേറെ കുട്ടികൾ മത്സരിച്ചുകൊണ്ടിരിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയക്ക് പൂർത്തീകരണമാവും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും രാജ്യത്തെ പൗരന്റെ അവകാശമായ വോട്ടവകാശം അത് 18-ാം വയസ്സിലാണ് ആരംഭിക്കുന്നതെങ്കിലും ആ പ്രക്രിയയുടെ ഒരു പരിശീലനം നേരത്തെ തന്നെ സ്കൂൾ തലത്തിൽ ആരംഭിക്കാൻ തീർച്ചയായിട്ടും ഈ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ കുട്ടികളെ സഹായിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ സ്കൂളിലെ സോഷ്യൽ സയൻസ് അധ്യാപകരും അവരുടെ കൂടെ നിന്നുകൊണ്ട് IT മേഖലയിൽ സജീവമായിട്ടുള്ള മറ്റ് അധ്യാപകരും ചേർന്നുകൊണ്ടാണ് ഈ ഒരു സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. തീർച്ചയായും ഒട്ടനവധി പുതുമകൾ വിദ്യാർത്ഥി സമൂഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് പൊതുസമൂഹത്തിൻ്റെ പ്രീതിക്ക് പാത്രമായിക്കൊണ്ടിരിക്കുന്ന ഇസ്ലാഹിയ ഓറിയന്റൽ ഹൈസ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഈ സുദിനവും ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയകളും തീർച്ചയായും മാതൃകാപരമാണ്. ഏറെ സന്തോഷകരമാണ്. ഈ കാര്യം പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നതിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. നമ്മുടെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഓർമ്മയുടെ ചെപ്പിൽ സൂക്ഷിക്കാൻ സാധിക്കുന്ന നല്ലൊരു അനുഭവമായി ഇന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രക്രിയ മാറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വിജയികളാകുന്ന മുഴുവൻ കാൻഡിഡേറ്റ്സിനും മത്സരത്തിൽ പങ്കെടുത്ത മുഴുവൻ മത്സരാർത്ഥികൾക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. വോട്ടെണ്ണൽ നടപടികൾക്ക് ശേഷം തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സ്ഥാനാർത്ഥികളുടെ പട്ടിക പ്രഖ്യാപിച്ചു. വിജയികൾക്കും JRC യൂണിറ്റ്, SITC തുടങ്ങിയ സഹകരിച്ചവർക്കും സ്കൂളിലെ അധ്യാപകർ, SS ക്ലബ് അംഗങ്ങൾ, ഹെഡ്മാസ്റ്റർ റഷീദ് കുട്ടമ്പൂർ മാഷ് എന്നിവരും അഭിനന്ദനങ്ങൾ അറിയിച്ചു. വിജയികൾ ഭാവിയിൽ മികച്ച നേതൃത്വം കാഴ്ചവെക്കുമെന്ന പ്രതീക്ഷയാണ് എല്ലാവരുടെയും. ന്യൂസ് ബ്യൂറോ, എടവണ്ണ. Celebrating Viva by Shobika Weddings.